ഇപ്പോൾ ശ്രീ പി.ഡി.ടി. ആചാരി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി.ഡി.ടി. ആചാരി, താങ്കൾ ഈ വാർത്ത ശ്രദ്ധിച്ചിരുന്നു? അതായത് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് സംസ്ഥാനത്തെ പോലീസ് മേധാവി ഗവർണറെ അനുഗമിക്കുകയും ഈ ഡയസിനോട് അടുത്തുവരെ എത്തുകയും ചെയ്തു. അത് ചട്ടലംഘനമാണോ? എന്താണ് യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അത് പോലീസിന് അതിനകത്ത് യാതൊരു റോളും ഇല്ലല്ലോ. ഗവർണർ അവിടെ വരുന്നത് ഗവർണറെ സ്വീകരിക്കുന്ന ചീഫ് മിനിസ്റ്ററും പാർലമെന്റ് അഫയേഴ്സ് മിനിസ്റ്ററും ഒക്കെ കൂടി സ്വീകരിക്കുന്നു. സ്പീക്കർ സ്വീകരിച്ചവര് ഡയസിലേക്ക് കൊണ്ടുവരുന്നു. അതിനിടയ്ക്ക് പോലീസിന് യാതൊരു റോളും ഇല്ല. പോലീസ് അവിടെ കാണത്തില്ലല്ലോ. ഇപ്പൊ എങ്ങനെയാണ് അതിനകത്ത് കയറിയത് പോലീസ്? അതിലാണ് ഇപ്പോഴും അതാണ് ഞങ്ങൾക്കും അതിന്റെ സാങ്കേതികത്വം മനസ്സിലാകുന്നില്ല. പാർലമെന്റിൽ പ്രസിഡന്റ് വരുമ്പോൾ എത്രയോ പ്രാവശ്യം ഞാൻ പ്രസിഡന്റിനെ സ്വീകരിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്ററും സ്പീക്കറും വൈസ് പ്രസിഡന്റും പിന്നെ സെക്രട്ടറി ജനറലും കൂടിയ പാർലമെന്റ് അഫയേഴ്സ് മിനിസ്റ്റർ ഇത്രയും പേര് കൂടിയാണ് പ്രസിഡന്റിനെ സ്വീകരിക്കുന്നത്. അവിടെ ഒന്നും പോലീസിന്റെ പ്രശ്നമേ ഉണ്ടാകുന്നില്ല. വിളിച്ചുകൊണ്ട് സെൻട്രൽ ഹാളിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അപ്പൊ അത് മുഴുവൻ പിന്നെ ഇപ്പൊ ഗവർണർ പിന്നെ അസംബ്ലിയുടെ ചുമതലയാണല്ലോ. അസംബ്ലിയാണ് ടേക്ക് ഓവർ ചെയ്യുന്നത്. അസംബ്ലിയുടെ കൺട്രോളിലാണ് പിന്നെ നടക്കുന്നത് മുഴുവൻ. അല്ല അവിടെ പോലീസ് എന്താണ് DGP-യോ ഒന്നും അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഒരു സംശയം, അതായത് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ പ്രത്യേകമായ സാഹചര്യം, ഉദാഹരണത്തിന് ഇപ്പോൾ വാച്ച് ആൻഡ് വാർഡിന് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സംഘർഷം അല്ലെങ്കിൽ ഗുരുതരമായ ഒരു ആക്രമണ സ്വഭാവമുള്ള വിഷയങ്ങൾ, ഇതൊക്കെ സഭയിൽ നടന്നാൽ പോലും സ്പീക്കറുടെ അനുമതിയോട് കൂടിയാണ്. അതായത് സഭ അനുവദിച്ചാലല്ലേ സാധാരണ നിലയിൽ പോലീസ് അങ്ങനെ അവിടെ എത്താൻ പറ്റൂ. അപ്പോൾ എൻ്റെ ഒരു സംശയമാണ്, അത് തെറ്റായിരിക്കാം. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഘർഷ പശ്ചാത്തലം താങ്കൾക്ക് അറിയാമല്ലോ. ഈ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ ED എത്തിയ ഒരു പശ്ചാത്തലമുണ്ട്. അതിൽ ഗവർണർ ഉൾപ്പെടെ കേന്ദ്രത്തിനൊക്കെ വലിയ അതൃപ്തിയുണ്ട്. അങ്ങനെ ഈ ഒരു പക്ഷേ ഒരു പ്രതിപക്ഷ പ്രതിഷേധമൊക്കെ ഉയർന്നാലും നമ്മുടെ സഭയാണ്, അവിടെ കൈവിട്ടു പോവുക എന്നതൊക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് സഭയ്ക്കകത്ത്. അങ്ങനെ എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നം കണ്ടിട്ടാകുമോ? അതങ്ങനെയാണെങ്കിൽ സ്പീക്കറുടെ ചുമതലയാണ്. അവിടുത്തെ ഈ ഹൗസിനകത്തെ അതായത് അസംബ്ലിയുടെ പരിസരങ്ങൾ മുഴുവൻ സ്പീക്കറുടെ കൺട്രോളിലാണ്. അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഇനിയിപ്പോൾ സ്പീക്കറുടെ അനുമതിയോടെയാണോ എന്നതാണ് അറിയേണ്ടത്. അത് നമുക്കറിയത്തില്ല. സ്പീക്കറുടെ അനുമതി ഉണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നം, സെക്യൂരിറ്റി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അതിന്റെ ഫാക്ട്സ് ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ സാധാരണഗതിയിൽ പോലീസിന് ഇടപെടാവുന്ന ഒരു ഏരിയ അല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് സ്പീക്കർ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നമുക്ക് ചട്ടലംഘനം ആരോപിക്കാൻ പറ്റില്ലായിരിക്കും അല്ലെ? അല്ല, സ്പീക്കർ അനുവദിക്കുക എന്നാൽ തന്നെ പോലീസ് സഭയ്ക്കകത്ത് കയറത്തില്ലല്ലോ. പോലീസ് സഭയ്ക്കകത്ത് കയറാൻ പാടില്ല എന്നുള്ളൊരു ചട്ടം, അങ്ങനെ ഒരു കീഴ്വഴക്കം നേരത്തെ തന്നെയുണ്ട്. എല്ലാ നിയമസഭകളിലും പാർലമെന്റിലാണ് പ്രത്യേകിച്ചും അങ്ങനെ പോലീസിന് കയറാവുന്ന ഒരു ഏരിയ അല്ലത്. എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ, ക്രിമിനൽ കുറ്റങ്ങൾ എന്തെങ്കിലും അതിനകത്ത് നടന്നെങ്കിൽ മാത്രമേ സ്പീക്കറുടെ അനുമതിയോടുകൂടി പോലീസ് അതിനകത്ത് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഈ സഭയുടെ സ്പീക്കർ ഗവർണർ വന്ന് കയറി ഇങ്ങോട്ട് വരുന്ന ആ ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ സ്പീക്കറുടെ കൺട്രോളിലുള്ള ഏരിയയാണ് അത് മുഴുവൻ. അവിടെ നിന്നും പോലീസൊന്നും അങ്ങനെ നിൽക്കാൻ പാടില്ല. തന്നെയല്ല, DGP-ക്ക് അതിനകത്തൊരു കാര്യമില്ല. അല്ല, സ്പീക്കറാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഗവർണറെ. വളരെയധികം നന്ദി ശ്രീ പി.ഡി.ടി. ആചാരി. എന്തായാലും സർക്കാർ അതിനെ അപ്പുറത്ത് സഭയുടെ നാഥൻ സ്പീക്കറാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് യഥാർത്ഥത്തിൽ മറുപടി നൽകേണ്ടത്. എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത കൈവരുത്തേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.